ചോദ്യം നമ്പർ 154 ശ്രീ ടി പി രാമകൃഷ്ണൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കുഞ്ഞമ്മദുട്ടി മാസ്റ്റർ, ബഹുമാനപ്പെട്ട CM. സർ, ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും ദേശീയ ദുരന്തമായി വിജ്ഞാപനം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് 6/8/2024 10/8/2024 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. പ്രാഥമിക വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ 17/8/2024 സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് 2262 കോടി രൂപയുടെ മെമ്മോറാണ്ടം സമർപ്പിക്കുകയുണ്ടായി. കൂടാതെ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതരെയും വീടുകളും ജീവനോപാധികളും നഷ്ടപ്പെട്ടവരെയും പുനരധിവസിപ്പിക്കാൻ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് നടത്തി 2211 കോടി 10 ലക്ഷം രൂപയുടെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് റിപ്പോർട്ട് 13/11/2024 കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു. പ്രസ്തുത റിപ്പോർട്ട് 7/8/2025 നടന്ന സബ് കമ്മിറ്റി ഓഫ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പരിഗണിക്കുകയും ചീഫ് സെക്രട്ടറി, ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി എന്നിവർ ഉൾപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ ഉന്നതതല സംഘവുമായി ചർച്ച നടത്തുകയും ചെയ്തു. എന്നാൽ 260 കോടി 65 ലക്ഷം രൂപയുടെ ധനസഹായം അനുവദിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടത് എന്നറിയുന്നു. തുക ലഭിച്ചിട്ടില്ല. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ സംസ്ഥാനത്തിന് സഹായകരമായിരുന്ന ദുരന്ത നിവാരണ നിയമം 2005 13-ാം വകുപ്പിലെ വ്യവസ്ഥ 2025 മാർച്ച് 29 പുറപ്പെടുവിച്ച ഭേദഗതി പ്രകാരം കേന്ദ്ര സർക്കാർ ഒഴിവാക്കുകയുണ്ടായി. സെക്ഷൻ 13 അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് 12/6/2025 കത്ത് നൽകിയെങ്കിലും അനുകൂല മറുപടി ഉണ്ടായില്ല. ബാക്കി ടേബിൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ശ്രീ കുഞ്ഞമ്മദുട്ടി മാസ്റ്റർ. സർ, ദുരന്ത നിവാരണ രംഗത്ത് ലോകോത്തര മാതൃകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പും മറ്റൊരു മാതൃകയായി മാറുമെന്ന് ഉറപ്പാണ്. അഭിനന്ദനങ്ങൾ. എൻ്റെ ചോദ്യം ഇതാണ്: മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഏത് ഘട്ടത്തിലാണ്? യെസ്, ബഹുമാനപ്പെട്ട CM. ഓർഡർ പ്ലീസ്. സർ, ഈ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിന്നും 64.4705 ഹെക്ടർ സ്ഥലമാണ് സർക്കാർ ഏറ്റെടുത്തത്. ടൗൺഷിപ്പിൻ്റെ ഭാഗമായി 410 വീടുകളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാവുന്ന രീതിയിലാണ് നിർമ്മാണം. ടൗൺഷിപ്പ് നിർമ്മാണം നല്ല രീതിയിൽ, ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരികയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാമോ? യെസ്, ബഹുമാനപ്പെട്ട CM. സർ, ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാതലത്തിൽ ജില്ലാ കലക്ടർ ചെയർപേഴ്സണും ടൗൺഷിപ്പ് പ്രോജക്റ്റ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കൺവീനറുമായി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നിശ്ചിത ഇടവേളകളിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഈ കമ്മിറ്റി ഉറപ്പാക്കുന്നുണ്ട്. ശ്രീ ജലീൽ. സർ, ചൂരൽമല ദുരന്തത്തോടനുബന്ധിച്ച് പുനരധിവാസത്തിനായി തയ്യാറാക്കിയ അന്തിമ ഗുണഭോക്തൃ ലിസ്റ്റിൽ എത്ര പേരാണുള്ളത്? അതിൽ നിന്ന് എത്ര പേരാണ് സർക്കാരിൻ്റെ ടൗൺഷിപ്പ് പദ്ധതിയിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം പറ്റി പിരിഞ്ഞു പോയിട്ടുള്ളത്? ബഹുമാനപ്പെട്ട CM. സർ, 3 ഘട്ടങ്ങളിലായുള്ള പുനരധിവാസത്തിന് 402 ഗുണഭോക്താക്കളുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത്. 295 ഗുണഭോക്താക്കൾ വീടിന് സമ്മതപത്രം നൽകി. അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ലഭ്യമായ അപ്പീൽ അപേക്ഷകൾ പരിശോധിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 49 ഗുണഭോക്താക്കളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ CH കുഞ്ഞമ്പു. സർ, ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ പ്രകൃതി ദുരന്തം കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. വലിയ തോതിൽ ജീവനോപാധികളും നഷ്ടമായി. സമാനതകളില്ലാത്ത ഈ ദുരന്തമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പഴുതുകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് അവിടെ നടത്തിയത് എന്നത് ലോകമാകെ ശ്രദ്ധിച്ചതാണ്.
ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി സർക്കാർ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചു. എന്നാൽ ചില കുടുംബങ്ങൾ ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ തയ്യാറായി. ഈ പുറത്ത് താമസിക്കുന്നവർക്ക് സർക്കാർ പ്രത്യേകമായി ധനസഹായം നൽകുന്നുണ്ടോ? യെസ്, ബഹുമാനപ്പെട്ട CM. സർ, അത് നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണ്. ഈ നമ്മൾ ഒരുക്കുന്ന പുനരധിവാസത്തിൻ്റെ ഭാഗമായുള്ള ടൗൺഷിപ്പിൽ താമസിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ അവർ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ അത്തരം ആളുകൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് 15 ലക്ഷം രൂപ ഇവിടെ വിതരണം ചെയ്യും എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇതിനകം 15,60,00,000 രൂപ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ ലിൻഡോ ജോസഫ്. സർ, വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് ലോകോത്തരമായ പുനരധിവാസം ഉറപ്പാക്കുന്ന പ്രവൃത്തിക്കാണ് സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകുന്നത്. കൽപ്പറ്റ നഗരത്തോട് ചേർന്ന് കൽപ്പറ്റ ബൈപ്പാസിൻ്റെ സമീപം നടക്കുന്ന ദുരിതബാധിതരുടെ പുനരധിവാസം എപ്പോൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കരുതുന്നത്? അവരെ ഇന്ന് മുതൽ നമുക്ക് അങ്ങോട്ട് മാറ്റാൻ കഴിയും? ബഹുമാനപ്പെട്ട CM. സർ, ഇതിൻ്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുകയാണ് എന്ന് നേരത്തെ പറഞ്ഞു. അതിൽ അടുത്ത ജനുവരി മാസത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന പുനരധിവാസം പൂർത്തിയാക്കാൻ കഴിയും.